ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1143 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. സ്ട്രോ ഹാറ്റ്സ് കുറേ പറക്കുന്ന മീനുകളുടെ പുറത്ത് കയറി റൈഡിങ് ഗിയർ ഒക്കെ ഇട്ട് നല്ല കിടിലമായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്ന ഒരു കളർ സ്പ്രെഡ് നമുക്ക് ഈ ചാപ്റ്ററിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ വാൾറസ് സ്കൂളാണ് കാണിക്കുന്നത്. ആ ബീച്ചിലേക്ക് നടന്നു പോകുന്ന കുട്ടികളുടെ പുറകെ സോൾ ഓടുന്നുണ്ട്, മക്കളെ നിൽക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സോള് ചെന്നിട്ട് ഇവരെ പേരൊക്കെ വിളിക്കുന്നുണ്ട്, ഇൽവ, മഗു, റോഞ്ച. അപ്പോൾ ഇവർ ശരിക്കും സ്വപ്നത്തിൽ നടക്കുകയാണെന്ന് സോൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഗുങ്കോയുടെ ബാൻഡേഡ് കൊണ്ടുള്ള ആരോ കണ്ടിട്ട് സോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഈ വെള്ളത്തുണി, അതേപോലെ ഈ കുട്ടികൾ എങ്ങോട്ടായി പോകുന്നതെന്നൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ നേരെ പോകുന്ന സോളിൻ്റെ അടുത്ത് റോബിൻ പറയുന്നുണ്ട്, സോൾ സൂക്ഷിക്കണം, നമ്മളെ അവിടുത്തെ PT ടീച്ചർ വൂൾഫ് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതായത് കുട്ടികളെ ഒന്നും തൊടരുതെന്ന്. അപ്പോൾ ചോപ്പർ ചോദിക്കുന്നുണ്ട്, ഏതാ അവിടെ ചോരയെ കുളിച്ച് കിടന്ന പുള്ളിയല്ലേ എന്ന്. സോൾ അപ്പം പറയുന്നുണ്ട്, എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മളെ ആക്രമിക്കാൻ പാകത്തിനൊന്നും ഇല്ലല്ലോ അടുത്തൊന്നും. അതേപോലെ നമുക്ക് ഈ കുട്ടികളെ ഇങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല, അത് ഭയങ്കര അപകടമാണെന്ന് പറഞ്ഞിട്ട് സോൾ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ഇവരെ എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് എത്തിച്ചേ പറ്റുമെന്നും പറഞ്ഞ് സോള് നമ്മുടെ ഇൽവയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ ചുറ്റും പെട്ടെന്ന് മുള്ളുകൊണ്ടുള്ള ഒരു ഷീൽഡ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അവളെ തൊടാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ആ കയ്യിൽ മുള്ളുകൾ കൊണ്ടിട്ട് സോൾ അവിടെ കിടന്ന് കരയുകയാണ്, അയ്യോ വേദനിക്കുന്നതെന്നും പറഞ്ഞ്. അപ്പോൾ റോബിനൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താണ് സോൾ, എന്ത് പറ്റി, നിങ്ങളെ എന്തെങ്കിലും കുത്തിയോ എന്നൊക്കെ. ആഞ്ചയാണെങ്കിൽ വാൾറസ് സ്കൂളിൽ നിന്ന് ട്രാൻസ്പോണ്ടർ സ്നെയിൽ വരെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അതായത് ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം പെട്ടെന്ന് ഉറങ്ങി വീണു, അതിൽ നിന്നൊരു 9 പേരാണെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ ഉറക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുമാത്രമല്ല, കാട്ടിൽ നിന്നും വിചിത്രമായിട്ടുള്ള മോൺസ്റ്റേഴ്സും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ വെസ്റ്റേൺ വില്ലേജിൽ ഈ പാർട്ടി നടക്കുന്നിടത്തെ ആൾക്കാർ ഇത് സ്നെയിൽ വഴി കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ആകെ ടെൻഷൻ അടിക്കുകയാണ് ഇതെല്ലാം കൂടെ കേട്ടിട്ട്. സ്കൂളിലെ പിള്ളേരോ, അയ്യോ എൻ്റെ കൊച്ചവിടെ പഠിക്കുന്നതെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ വന്ന് ഇനിയും കുട്ടികളൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അവര്. ആഞ്ചെ പറയുന്നുണ്ട്, കുട്ടികൾ 8ാമത്തെ മരക്കൊമ്പിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ നാമിയും ജിംബയും ബ്രൂക്കും അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം നാമി പറയുന്നുണ്ടോ, ഈ തീപിടുത്തത്തിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വള്ളി വന്ന് കയറിയോ, ഇതിനി പിള്ളേരുടെ കാര്യമൊക്കെ എന്താവും എന്നിങ്ങനെ ചിന്തിക്കുന്നു. ജിംബയാണെങ്കിലും ചോദിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഈ 8ാമത്തെ മരക്കൊമ്പെന്ന് പറയുമ്പോൾ അവിടെ ആ തീപിടുത്തം നടക്കുന്ന ആ സൈഡിലാണ്. അപ്പോൾ അവിടെ എല്ലാം ശരിയാണോ, ഓക്കെ ആണോ എന്നൊക്കെ അവിടുന്ന് ജയൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ ജാറുളിന്റെ കൊച്ചുമോളാണ് ഇൽവ. അപ്പൊ ജാറിൽ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമോള് ഇവിടെ ഈ വാൾഡർ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. അതും വെറും കൊച്ചുമോളെന്നല്ല, ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഈ ജാറുളിന് അത്ര പ്രായം ഉണ്ടല്ലോ. അപ്പോൾ ഈ ജയൻസ് എല്ലാം വെള്ളം അടിച്ച് കിറങ്ങി നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഉടനെ നാമി പറയുന്നുണ്ട്, നിങ്ങളെല്ലാം കുടിച്ച് പൂസായിട്ടിരിക്കുക, ഇങ്ങനത്തെ സമയത്ത് ഇങ്ങനെ വെളിവില്ലാതെ നിൽക്കാൻ പാടുണ്ടോ എന്നൊക്കെ ബ്രൂക്ക് ചോദിക്കുന്നുണ്ട്. ബ്രൂക്കിനാണെങ്കിൽ അവരുടെ അത്രയും പോലും വെളിവില്ല. ഇപ്പോൾ അങ്ങോട്ടേക്ക് ജയൻസിൻ്റെ ആ ഫയർഫോഴ്സ് വരികയാണ്, ഡിങ് ഡോങ് എന്നൊക്കെ അടിച്ചുകൊണ്ട് ഒരു ബോട്ടിൽ ഇങ്ങനെ വരികയാണ്. അത് അവിടുത്തെ ഫയർഫോഴ്സ് ആണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഓ പെട്ടെന്ന് വന്നു എന്ന്. അപ്പോൾ ഈ ഫയർഫോഴ്സ് ടീം ആ ബോട്ടിൽ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ആ തീയുള്ള കാട്ടിലേക്ക് പോകുമ്പോൾ ആ കാട്ടിൽ നിന്നൊരു വലിയ മോൺസ്റ്റർ, അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ സോംബി മോൺസ്റ്റർ ഉണ്ടല്ലോ, അതായത് ഡ്രൗഗർ, അതിങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ജയൻസ് ആണെങ്കിലും ഇതെന്ത് പണ്ടാരമാണെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. ഈ ജയന്റ് മോൺസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ കൈ കൊണ്ട് ആ ഒരു ബോട്ട് അടിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ സീൻ കണ്ടിട്ട് നമ്മുടെ ഡോറിയും കാഷിയും ജാറിലും ബാക്കി ജയൻസും ഒക്കെ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സോമേഴ്സിനെ കാണിക്കുന്നു. സോമേഴ്സ് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ പറയുകയാണ്, ഓ ആ മുള്ളു കുത്തി കയറിയപ്പോൾ ആ ജയന്റിന്റെ ഫേസ്, ആ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കാണണമായിരുന്നത്, എന്ത് കിടിലമായിരുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു റോസാപ്പൂ ആണെങ്കിലും അതിൻ്റെ ഒപ്പം മുള്ളുകളും ഉണ്ടല്ലോ എന്നിങ്ങനെ സോമേഴ്സ് ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇൽവയെ ടച്ച് ചെയ്തപ്പോൾ സോളിന്റെ ദേഹത്ത് ആ മുള്ളുകൾ കുത്തി കയറിയത് സോമേഴ്സിന്റെ പവറാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ സോമേഴ്സ് ലവ് പെയിൻഫുൾ ആണെന്നും പറഞ്ഞൊരു കോട്ട് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ചാപ്റ്റർ അവസാനം. നൗ ഇറ്റ് മേക്സ് സെൻസ്. അപ്പോൾ ഈ സോമേഴ്സ് റോസാപ്പൂവിനെ പറ്റി മുള്ളിനെ പറ്റിയൊക്കെ നടത്തുന്ന പ്രസംഗമൊന്നും ഗുങ്കോ ശ്രദ്ധിക്കുന്നില്ല. അവൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഗോഡ് നൈറ്റ്സ് 3 പേരും കൂടെ അവിടെ ഇരുന്ന് ഒരു ടേബിളൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഗുങ്കോ ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് സോമേഴ്സ് പറയുന്നുണ്ടോ, നീ ഭയങ്കര ബോറിംഗ് ആണ് ഗുങ്കോ. എന്നിട്ട് ഇയാൾ വീണ്ടും ഇയാളുടെ ഈ പവറിനെ പറ്റി പറയാണ്. അതായത് നമുക്കൊരാളോട് എത്രത്തോളം ഇഷ്ടമുണ്ടോ അയാളിൽ അറ്റാച്ച് ആയിരിക്കുന്ന മുള്ളുകൾ നമ്മൾ അയാളെ തൊടാൻ ചെല്ലുമ്പോൾ അത്രത്തോളം ഡീപ്പായിട്ട് നമ്മളിലേക്ക് കുത്തിയിറങ്ങും. അതേപോലെ ഈ ഗെയിം ശരിക്കും സൂപ്പർ ആവാൻ പോകുന്നത് ഈ കുട്ടികളുടെ പേരൻസ് വരുമ്പോഴായിരിക്കും എന്ന് സോമേഴ്സ് പറയുന്നു. കാരണം ഈ കുട്ടികളെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് അവരുടെ സ്വന്തം പേരൻസ് തന്നെ ആയിരിക്കുമല്ലോ. സോ ഈ കുട്ടികളെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ആ പേരൻസിനെ ഈ മുള്ളുകൾ കുത്തി കീറും. ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആ കുട്ടികൾ കൺമുന്നിൽ കാണും. അപ്പോൾ അത് എത്ര സെന്റിമെന്റൽ ആയിട്ടുള്ള മർഡർ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കുക എന്ന് സോമേഴ്സ് പറയുന്നുണ്ട്. ഇപ്പൊ അയാളുടെ കയ്യിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൽവയുടെ ദേഹത്ത് കണ്ട പോലത്തെ മുള്ളുകളുടെ ഒരു വളയം ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോമേഴ്സിന്റെ ഡബിൾ ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇബ നോ
നോമി, അതായത് തോൺ ഫ്രൂട്ട്, മുള്ള്. അപ്പോൾ ഒരാളോട് അമിതമായ സ്നേഹമുള്ളത് കാരണം മരിച്ചു പോവുക, അതൊരു എക്സൈറ്റിംഗ് സംഭവമാണ് കാണാനായിട്ട് അല്ലേ എന്ന് സോമേഴ്സ് ഗുങ്കോയോട് ചോദിക്കുന്നുണ്ട്. ഗുങ്കോയ്ക്കാണെങ്കിൽ വീണ്ടും നോ റിയാക്ഷൻ. ഉടനെ സോമേഴ്സ് നിനക്കെന്താടി എന്ത് പറഞ്ഞാലും ഒരു ഫീലിങ്സും ഇല്ലാത്ത, ഇത് ഭയങ്കര കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കസേരയിൽ നിന്ന് തന്നെ പുറമോട്ട് ഇങ്ങനെ മറിയുന്നുണ്ട്. ഇപ്പൊ കില്ലിംഗ്ഹാം ആണെങ്കിൽ ഗുങ്കോയോട് ചോദിക്കുന്നു, നീ ആ കുട്ടികളെ ഏത് വഴിയിൽ കൂടാണ് നടത്തിച്ചോണ്ട് വരുന്നതെന്ന്. അപ്പൊ ഗുങ്കോ പറയാണ് സെൻട്രയിൽ കൂടെ, നേരെയുള്ള ഡയറക്റ്റ് വഴി കൂടെ കൊണ്ടുപോകാനാണ് നോക്കുന്നതെന്ന്. അതായത് ഔൾ ലൈബ്രറിയിൽ നിന്ന് വെസ്റ്റേൺ വില്ലേജ് വഴി നേരെ ഹാർബറിലേക്ക്, അതായത് ഡയറക്റ്റ് ഉള്ള വഴി. നമ്മളിപ്പോൾ ആ റൂട്ട് മാപ്പ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സോമേഴ്സ് പറയുന്നുണ്ട് സെൻട്രയിൽ കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വഴി നേരെ ജയൻസിന്റെ കൺമുന്നിൽ കൂടെയാണ് ആ കുട്ടികളെ കടത്തിക്കൊണ്ട് പോകാൻ പോകുന്നത്. പക്ഷേ ജയൻസിനൊക്കെ നോക്കി നിൽക്കാനേ പറ്റൂ, ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം അവസ്ഥ ഇതാണല്ലോ. അപ്പോൾ ഇവർ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ ഉപ്പില്ല, അപ്പോൾ ഉപ്പ് വേണമെന്ന് കില്ലിംഗ്ഹാം ഇങ്ങനെ പറയുന്നുണ്ട്. ഉടനെ സോമേഴ്സ് ഉപ്പിനെ പറ്റി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സോമേഴ്സിന്റെ ആ ഡ്രീമിൽ നിന്ന് കില്ലിംഗ്ഹാം ഉപ്പിനെ ഇങ്ങനെ റിയൽ വേൾഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഡബിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് മിത്തിക്കൽ റിയു നോമി, അതായത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്, മോഡൽ കിരിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്ക് ആ ഡ്രീമിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള പവർ ഉണ്ട്. ഇത് പക്ഷേ ഒരു കിടിലം പവർ തന്നെയാണ് കേട്ടോ. ഗോഡ്സ് നൈറ്റിൽ എന്നല്ല വൺ പീസിൽ ഉള്ളതിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡബിൾ ഫ്രൂട്ട് പവറാണ്. അപ്പോൾ ഈ കില്ലിംഗ്ഹാം സോമേഴ്സിനോട് പറയുന്ന ആ ഡ്രീമി ഉപ്പൊക്കെ അങ്ങ് എടുത്തു, ഇനി എഴുന്നേറ്റോ എന്ന് പറയുന്നുണ്ട്. ഈ കഴിവ് ഉപയോഗിച്ചല്ലേ നീ ആ കുട്ടികളുടെ സ്വപ്നത്തിൽ നിന്ന് ഭീകരജീവികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് സോമേഴ്സ് ചോദിക്കുന്നുണ്ട്. ഉടനെ കില്ലിംഗ്ഹാം പറയുന്നത് പിന്നല്ലാണ്ട് എനിക്കിത് ഒരേ സമയം തന്നെ ഇഷ്ടം പോലെ തവണ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്റെ സ്വപ്നത്തിൽ നിന്ന് എടുത്ത ഉപ്പ് കിടിലമാണ് കേട്ടോ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഗുങ്കോ ആണെങ്കിലും ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് എന്താ സ്വാദം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ വില്ലേജിൽ ജയൻസിന്റെ ഷിപ്പ് കിടപ്പുണ്ട്. അപ്പൊ റെയിൻബോ റോഡിൽ ചെന്നിട്ട് നമുക്ക് തന്നെ പെയിന്റർ ഉപയോഗിച്ച് റെയിൻബോ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് നേരെ പിള്ളേരെയും കൊണ്ട് ഹോളി ലാൻഡിലേക്ക് പോയേക്കാമെന്ന് കില്ലിംഗ്ഹാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാൻ കേട്ടിട്ട് സോമേഴ്സ് ചോദിക്കുന്നുണ്ട്, അയ്യേ ഇത്രയേ ഉള്ളൂ, ഈ ഗെയിം ഭയങ്കര ഈസി ആണല്ലോ എന്ന്. ഗുങ്കോ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പറയുന്നുണ്ടോ, എൻ്റെ വയറ് നിറഞ്ഞു, നമ്മൾ ഈ കഴിച്ചത് കലോറി ഫ്രീ ഫുഡാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഉടനെ കില്ലിംഗ്ഹാം പറയുന്നുണ്ട്, ഇത് സ്വപ്നത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഫുഡല്ലേ, അതുകൊണ്ട് തന്നെ ഇത് 0 കലോറി ആണെന്ന്. ഗുങ്കോ ആണെങ്കിൽ സോമേഴ്സിനോട് പറയുന്നുണ്ട്, പ്ലാൻ സിമ്പിൾ ആണെന്ന് വെച്ച് ശ്രദ്ധ ഇവിടെ തന്നെ ഉണ്ടാവണം. കാര്യം ചെറിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ ഈ വില്ലേജിൽ ഒരു പൈറേറ്റ് ഷിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുടെ അല്ല, എംബറർ ആയിട്ടുള്ള സ്ട്രോ ഹാറ്റ് ലൂഫിയുടെയാണ്. പുള്ളി ഇപ്പൊ എൽബാഫിലുണ്ട് എന്ന് ഗുങ്കോ പറയുന്നു. അപ്പൊ ഈ 9 കുട്ടികൾ നടന്നു പോകുന്ന ഡയറക്ഷനിലാണ് ആ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, അപ്പൊ അത് പ്രശ്നമാവുമല്ലോ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഉടനെ സോമേഴ്സ് പറയുന്നുണ്ട്, അത് പ്രശ്നമൊന്നും, ഈ പിള്ളേർ തീപിടുത്തത്തിൽ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാച്ച് പിള്ളേരെ കടത്തിക്കൊണ്ട് വരാവുന്ന എജാതി സൈക്കോ ഒക്കെയാണ്. അണ്ടർവേൾഡിലാണെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യ് ഹാജറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ലോക്കി ഇന്ന് ചിരിക്കുകയാണ്. ആകെ വിഷയമാണ് ഇവിടെ. ലോക്കി ആണെങ്കിൽ ആ ഹാമറും പിടിച്ച് ഭയങ്കര വിഷയമാണ്. നിനക്കൊന്നും എന്നെ തടയാൻ പറ്റില്ല, നിനക്കൊന്നും റാഗ്നർ പൊക്കിയെടുക്കാൻ പോലും പറ്റൂല എന്ന് ലോക്കി ഇങ്ങനെ നിന്ന് പറയുന്നു. ഗേഡ് ആണെങ്കിൽ ലോക്കിയോട് പറയുന്നുണ്ട്, നീ കാരണം ഇനി സണ്ടർലമിൽ ആരും മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. ലോക്കി പറയുന്നുണ്ട്, സണ്ടർലമിൽ എന്തായാലും ആൾക്കാർ മരിച്ചു വീഴും. കാര്യം ആ തീ നല്ല പോലെ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നിനക്കൊക്കെ തീരുമാനിക്കാം, കയ്യിലുള്ള ആയുധങ്ങളും താഴെയിട്ട് എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന്. സാഞ്ചി ആണെങ്കിൽ ലൂഫിയോട്, ഹേ ലൂഫി, നമുക്ക് ഈ രാക്ഷസനുമായിട്ട് എന്താണ് ഇടപാടെന്ന് ചോദിക്കുന്നുണ്ട്. ലൂഫി ആണെങ്കിൽ പറയുന്നുണ്ട്, ഇവൻ നല്ലപോലെ പരിക്ക് പറ്റിയിട്ടിരിക്കുകയാണ്, നമ്മൾ സഹായിച്ചില്ലെങ്കിൽ ഇവൻ മരിച്ചു പോകുമെന്ന്. ലോക്കി ആണെങ്കിൽ അവിടെ നിന്നിട്ട് അലറുന്നുണ്ട്, ഇവിടെ ഉള്ളവരൊന്നും മരിച്ചാൽ നിനക്കൊന്നും ഒന്നുമില്ലേ, ഇപ്പം മര്യാദയ്ക്ക് നീയൊക്കെ കൂടി തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ ഈ സണ്ടർലമിലുള്ള എല്ലാ എണ്ണത്തിനെയും തീർക്കും. ഹാജറുദ്ദീൻ ആണെങ്കിൽ പറയുന്നു, നീ ചാടിക്കേറി ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഹാജറുദ്ദീനൊക്കെ വഴിക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ലോക്കിക്ക് ഒരു ചിരിയൊക്കെ ഉണ്ട്. ഇപ്പൊ സോറോ ആണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അവന്റെ വാക്കിൽ വീണു പോകല്ലേ ഹാജറുദ്ദീനെ എന്ന്. ഇപ്പൊ ലൂഫി ആണെങ്കിൽ ലോക്കിയോട് പറയുന്നു, ഇവിടെ കടന്ന് കന്നന്തിരിവ് കാണിച്ചാൽ നിന്നെ ഇടിച്ചിടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇനിയിപ്പോ എന്റെ മുന്നിൽ വേറെ വഴിയില്ല എന്ന്. ഹാജറുദ്ദീൻ ഉടനെ വിളിച്ചു പറയുന്നുണ്ട്, സ്ട്രോഹാറ്റ് നിൽക്ക്, അടുത്തേക്ക് എന്ന് കഴിഞ്ഞാൽ അവൻ നിന്നെ തീർത്ത് കളയുമെന്ന്. ഓഹോ, അപ്പൊ അതാണല്ലേ നിന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ലോക്കി അടുത്ത അറ്റാക്കിന് വേണ്ടിയിട്ട് റാഗ്നർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഗേഡ് ആണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട്, ലോക്കി നീ ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്നത് വലിയ ക്രൈമാണ്, നീ ആ സണ്ടർലമിലുള്ള കുട്ടികളെ പറ്റി ഒന്ന് ആലോചിക്കുക എന്നൊക്കെ. സോറോ ആണെങ്കിൽ ലൂഫിയോട് വിളിച്ചു പറയുന്നുണ്ട്, ലൂഫി നീ ഇവനെ ഇങ്ങനെ അങ്ങ് വിടാൻ പോവാണോ, അവന്റെ ആ മുറിവൊക്കെ വീണ്ടും ഓപ്പൺ ആവുന്ന അവസ്ഥയിലാണ് അവൻ ഇപ്പോൾ ഉള്ളതെന്ന്. നമ്മുടെ ലൂഫി ഇപ്പോൾ ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്, ഗം പറയുന്നുണ്ട്. ലോക്കി എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിലും ആകെ തളർന്ന അവസ്ഥയിലാണ്. ഈ റൗണ്ട് ഞാൻ തോറ്റു എന്നാ തോന്നുന്നതെന്ന് ലോക്കി അപ്പൊ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്. അപ്പൊ തന്നെ ലൂഫി അറ്റാക്കും ചെയ്യുന്നുണ്ട്, ആം ബലൂൺ എന്ന് പറഞ്ഞിട്ട്. ഒരു കൈ ജസ്റ്റ് ബലൂൺ പോലെ ആക്കിയിട്ട് ഇടിച്ചിട്ടേ ഉള്ളൂ, ഹാക്കി ഒന്നും ഉപയോഗിച്ചിട്ടില്ല.
എന്തായാലും ആ ഒരൊറ്റ ഇടിക്ക് തളർന്നു നിന്ന ലോക്കി അവിടെ പത്തോ എന്ന് പറഞ്ഞ് താഴെ വീണിട്ടുണ്ട്. ഇപ്പോൾ സോറോ പറയുന്നുണ്ട് ഇവൻ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ലേശം ഉണ്ടായിരുന്ന സ്ട്രെങ്ത് എല്ലാം കൂടെ എടുത്തിട്ടാണ് ഇവൻ ഇത്രയും നേരം ഇവിടെ നിന്നത്. ഈ എൽബാഫ് ഡിസ്ട്രോയ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് എവിടെങ്കിലും പോയി ഒന്ന് റെസ്റ്റ് എടുക്കാനായിരുന്നിരിക്കണം ഇവന്റെ പ്ലാൻ എന്ന് സോറോ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ലോക്കിയുടെ ദേഹത്തുനിന്ന് ഇപ്പൊ കുറെ ബ്ലഡ് പോയിട്ടുണ്ട്. സോ ആ പ്ലാൻ പോലും നടക്കുമായിരുന്നോ എന്ന് എനിക്ക് ഡൗട്ടാണെന്ന് സോറോ പറയും. അപ്പൊ ഇനി ഇവനെ ഇവിടെ കിടന്ന് ചാവാൻ വിടണോ അതോ ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത് ലൂഫിയുടെ തീരുമാനമാണെന്ന് സോറോ പറയുന്നുണ്ട്. അപ്പൊ ലൂഫി ആണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് ഇവനുമായിട്ട് കുറച്ച് ഇടപാട് തീർക്കാനുണ്ട്. ഇങ്ങനെ ചോരയെ കുളിച്ച് കിടക്കുന്ന കണ്ടീഷനിൽ എന്തായാലും അത് പറ്റില്ല എന്ന്. ഈ ദേഹത്തെ മുറിവുകളൊക്കെ കണ്ടിട്ട് ഇത് ലോക്കിയെ കൊല്ലാൻ തന്നെ കരുതി കൂട്ടി ആരോ പണിഞ്ഞതാണെന്ന് റോഡ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ലൂഫി ആണെങ്കിൽ പറയുന്നുണ്ട് ഹാജറുദ്ദീനെ എനിക്കൊരു അപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് ഈ ലോക്കിയുടെ ജീവൻ രക്ഷിക്ക്. എനിക്കിവൻ എങ്ങനെയുള്ളവനാണെന്നുള്ളതൊന്നും വിഷയമല്ല. ഇവൻ ഇവിടെ കിടന്ന് ചാവുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല, അത്രേ ഉള്ളൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഗേഡാണെങ്കിൽ ലോക്കിയുടെ ബോഡിയിലേക്ക് പാക്കറ്റ് കണക്കിന് ബ്ലഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് റിക്കവർ ആവാൻ എത്ര നാൾ പിടിക്കുമെന്ന് ഇവർ ഗേഡിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗേഡ് പറയുന്നുണ്ട് എന്തായാലും കുറേ മാസങ്ങൾ എടുക്കുമെന്ന്. അതേപോലെ ഈ മുറിവുകൾ ഭേദമാവണമെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കിടന്നാൽ എന്തായാലും പറ്റില്ല എന്ന് ഗേഡ് പറയുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ വൃത്തിയുള്ള എന്തെങ്കിലും സ്ഥലം വേണമല്ലോ. പക്ഷേ ഇവനെ എന്തായാലും വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാര്യം അവിടെ ഉള്ളവർ ഇവൻ ചെയ്തതിനൊന്നും മാപ്പ് കൊടുക്കില്ല, നേരെ എക്സിക്യൂഷൻ ആയിരിക്കും ഇവനെ കൊണ്ട് ചെന്നാൽ. ഇപ്പോൾ ലോക്കിയുടെ തലയിലെ ഹെൽമെറ്റൊക്കെ ഊരി മാറ്റിയിട്ടാണ് അവിടെ കിടത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ആ തലയിലെ കൊമ്പ് ഒറിജിനൽ ആണല്ലോ എന്നുള്ള കാര്യം ലൂഫി നോക്കുന്നത്. അപ്പൊ ഹാജറുദ്ദീൻ പറയുന്നുണ്ട് അത് ഏൻഷ്യൻ ജയൻസിന്റെ ഒരു പ്രത്യേകതയാണ്, ഞങ്ങളുടെ അച്ഛൻ ഹരോൾഡിനും ഇതേപോലെ കൊമ്പുകൾ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ഹാജറുദ്ദീൻ ആണെങ്കിൽ അവരുടെ ആ ഒരു കുട്ടിക്കാലം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പൊ ആ ഫ്ലാഷ് ബാക്കിൽ നമുക്ക് കിങ് ഹരോൾഡിന്റെ ഒരു സിൽവറ്റ് കാണാം. അതിൽ പുള്ളിക്ക് 2 കൊമ്പുകളുണ്ട്. അപ്പൊ ആ കൊമ്പൊക്കെ മുറിച്ചു മാറ്റുന്നതിന് മുമ്പുള്ളതാണ്. അപ്പൊ അങ്ങേരുടെ മുന്നിൽ നമ്മുടെ ചൈൽഡ് ലോക്കിയും ചൈൽഡ് ഹാജറുദ്ദീനും നിപ്പുണ്ട്. അപ്പൊ ഇയാൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടും എന്റെ പൊന്നോമന മക്കളാണ്, ഞാനങ്ങ് പോയാലും നിങ്ങൾ രണ്ടും എന്നും ഒരുമിച്ചുണ്ടാവണം, അതേപോലെ നമ്മുടെ എൽബാഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഈ ലോക്കി ആണെങ്കിൽ ഹാജറുദ്ദീനെ എപ്പോഴും ബുള്ളി ചെയ്യുമായിരുന്നു. നിന്നെ പോലെ ദുർബലനായിട്ടുള്ള ഒരുത്തനെ ഞാൻ എങ്ങനെയാടാ ചേട്ടാന്ന് വിളിക്കുന്നത്, നീ ഒരു ബാസ്റ്റേഡാണ്, നീ ഒരിക്കലും അച്ഛൻ്റെ യഥാർത്ഥ അനന്തരാവകാശി അല്ല, നിന്റെ അമ്മയുടെ ബ്ലഡ് ആണെങ്കിൽ പ്യുവർ അല്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് ഹാജറുദ്ദീനെ ഫുള്ള് അങ്ങ് ബുള്ളി ചെയ്യുകയാണ് ലോക്കി. ആ ചൈൽഡ് ലോക്കിയുടെ കയ്യിലാണെങ്കിൽ പണ്ട് കൈദോയുടെ കയ്യിലിരുന്ന പോലത്തെ ആ ഒരു ഗദ കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ ചിന്തിച്ച് ആകെ കലിച്ച് കയറിയ ഹാജറുദ്ദീൻ ആണെങ്കിൽ കയ്യിലിരിക്കുന്ന മഴു എടുത്തുകൊണ്ട് ലോക്കിയെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി ആ കിടക്കുന്ന ലോക്കിയെ വെട്ടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഉടനെ അവരെല്ലാവരും ഹാജറുദ്ദീനെ തടയുന്നുണ്ട്. ഹാജറുദ്ദീനെ നടങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാജറുദ്ദീൻ ആണെങ്കിൽ പറയുന്നത് എനിക്ക് ഇവനോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, ഇവൻ എൻ്റെ അമ്മയെ അപമാനിച്ചു, അതേപോലെ എൻ്റെ അച്ഛനെ ഇവൻ കൊന്നു എന്ന്. ലോക്കി ആണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ അങ്ങ് കൊല്ലടാ, അല്ലാതെ ഇങ്ങനെ കരഞ്ഞു മെഴുകുന്നത് ഒരുമാതിരി പഴയ ക്ലീഷേ പരിപാടിയാണെന്ന്. ലോക്കി ആണെങ്കിൽ പറയുന്നുണ്ട് നീ പേഴ്സണൽ ഡ്രാമയിൽ ഒരുപാട് അങ്ങ് മുഴുകി ഇരിക്കുകയാണ്. അതായത് കുട്ടിക്കാലത്ത് നിന്നെ ബുള്ളി ചെയ്തു, അമ്മയെ അപമാനിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് നീ കാണേണ്ട വലിയ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന്. അതിനിവിടെ ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻറ്റ് ഈവൻ സീ ദ ഫോറസ്റ്റ് ഫോർ ദ ട്രീസ് എന്നാണ് ലോക്കി പറയുന്നത്. അത് ഒരു ഇംഗ്ലീഷ് ഇഡിയമാണ്. അതിന്റെ അർത്ഥം വരുന്നത് ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്കിയുടെ ഡയലോഗിലേക്ക് പോയി കഴിഞ്ഞാൽ ലോക്കി ഹാജറുദ്ദീനോട് പറയാണ് മറ്റുള്ളവരെ പോലെ നീയും കരുതുന്നത് ഞാൻ നമ്മുടെ അച്ഛനെ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു എന്നാണോ, നിനക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് ലോക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു ഹാജറുദ്ദീനെ കാണിച്ചിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ലോക്കി പറയുന്നത് എന്ന് പറഞ്ഞ ഒരു എഡിറ്റേഴ്സ് നോട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഈ ലോക്കി പറയുന്നതെന്ന് അറിയാൻ നമുക്ക് ചാപ്റ്റർ 1144 വരുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അതിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.